dear friends, welcome to 𝐈𝐧𝐭𝐞𝐬𝐲 coaching. നമ്മൾ ഒരു പുതിയ ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. സോഴ്സസ് ഓഫ് എനർജി. നിങ്ങൾക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക് ആണല്ലേ. അപ്പോൾ നമുക്ക് ഡിഫറെന്റ് സോഴ്സസ് ഓഫ് എനർജി എന്തൊക്കെയാണ്? കൺവെൻഷണൽ സോഴ്സ് ഉണ്ട്, നോൺ കൺവെൻഷണൽ സോഴ്സ് ഉണ്ട്, റിന്യൂവബിൾ എനർജി, നോൺ റിന്യൂവബിൾ എനർജി, അങ്ങനെ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതൊക്കെ നോക്കാം. ആദ്യം തന്നെ വാട്ട് ഈസ് സോഴ്സ് ഓഫ് എനർജി? സോഴ്സ് ഓഫ് എനർജി ഈസ് ദാറ്റ് വിച്ച് ഈസ് capable of providing enough useful energy at a steady rate over a long period of time. Okay, അപ്പോൾ നമുക്ക് എനർജി വേണ്ടത് ഒരു ഷോർട്ട് ടൈമിനാണോ? അല്ല, ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈമിനാണ്. അതുപോലെ സ്റ്റഡി റേറ്റിൽ കിട്ടാൻ വേണം. കൂടിയും കുറഞ്ഞും അല്ല, ഒരേ ലെവലിൽ നമുക്ക് കിട്ടാൻ വേണം. ഓക്കെ, സോ ദാറ്റ് ആർ ഡിഫറെന്റ് സോഴ്സസ് ഓഫ് എനർജീസ്. എ ഗുഡ് സോഴ്സ് ഓഫ് എനർജി എന്തായിരിക്കണം? വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദാറ്റ്? സേഫ് ആൻഡ് കൺവീനിയന്റ് ടു യൂസ്, easy to transport, easy to store. ഓക്കെ, അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ സേഫ് അതിന്റെ ഒരു ഗുഡ് സോഴ്സ് എന്ന് പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ മീറ്റ് ചെയ്യണം. ഇറ്റ് ഷുഡ് ബി സേഫ് ആൻഡ് കൺവീനിയന്റ്, ഈസി ടു ട്രാൻസ്പോർട്ട് ആൻഡ് ഈസി ടു സ്റ്റോർ. Then other things are it should be have high calorific value, less smoke, less residue after burning, easy availability, inexpensive, easy to store and transport. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഒരു ഗുഡ് ഫ്യൂവലിന് വേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് സോഴ്സസ് ഓഫ് എനർജി, റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ. അപ്പൊ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി എന്ന് വെച്ചാൽ എന്താണ്? ദീസ് ആർ ഇൻഎക്സോസ്റ്റബിൾ, അതായത് തീർന്നു പോകുന്നില്ല, നമുക്ക് വീണ്ടും വീണ്ടും യൂസ് ചെയ്തുകൊണ്ടിരിക്കാം. അങ്ങനത്തെ ആ ടൈപ്പ് എനർജീസിനെയാണ് നമ്മൾ റിന്യൂവബിൾ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, renewable source of energies are those which are inexhaustible, which can be replaced or we use them and can be used to produce energy again and again. ഇപ്പൊ സൺ എനർജി, സണ്ണിന്റെ എനർജി നമ്മൾ എടുത്തിട്ട് സോളാർ അല്ലേ, അതിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാ? സണ്ണിന്റെ എനർജി തീർന്നു പോകുന്നുണ്ടോ? ഇല്ല, നമ്മൾ സെയിം സൺ എനർജി തന്നെ വീണ്ടും വീണ്ടും യൂസ് ചെയ്യുവാണ് അല്ലേ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള വേറെയും കുറെ എനർജി സോഴ്സസ് ഉണ്ടല്ലോ. ഏതൊക്കെയാണ്? വിൻഡ് എനർജി, ടൈഡൽ എനർജി, ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. These are available in an unlimited amount in nature and develop within a relatively short period of time. Okay, അതായത് ഇപ്പൊ സപ്പോസ് കുറഞ്ഞു പോയാലും പെട്ടെന്ന് തന്നെ വീണ്ടും ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ സോളാർ എനർജി ആണെങ്കിൽ ഒരു ദിവസം രാത്രി ആവുമ്പോൾ നൈറ്റിൽ നമുക്ക് എനർജി കിട്ടത്തില്ല അല്ലെ. അപ്പൊ സ്റ്റോർഡ് ആയിട്ടുള്ള ബാക്കപ്പിൽ നിന്നാണ് നമ്മൾ എടുക്കുക. പിറ്റേ ദിവസം വീണ്ടും പഴയ പോലെ തന്നെ സൺ എനർജി വരുന്നുണ്ട്. അപ്പം തീർന്നു പോയാലും വിത്തിൻ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം അത് വീണ്ടും ഉണ്ടാവുന്നുണ്ട്. റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി നമ്മളിപ്പോൾ പറഞ്ഞിരുന്നു. സോളാർ എനർജി, വിൻഡ് എനർജി, വാട്ടർ എനർജി അല്ലെങ്കിൽ ഹൈഡ്രോ എനർജി, ജിയോതെർമൽ എനർജി, ഓഷ്യൻ എനർജി, ബയോമാസ് എനർജി എക്സെട്ര. ഇത്രയാണ് നമ്മൾ റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജീസ് എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇത് ഓരോന്നായിട്ട് നമ്മൾ കാണുന്നുണ്ട്. What are the advantages of renewable sources of energy? These sources will last as long as the earth receives light from the sun. These sources are freely available in nature. These sources do not cause any pollution. Okay, അപ്പം ഇപ്പം നമ്മൾ കോള് കത്തിക്കുമ്പം എന്തുണ്ടാവും, അല്ലെങ്കിൽ പെട്രോളിയം കത്തിക്കുമ്പോൾ പൊള്യൂട്ടഡ് ആവും എന്ന് പറയും അല്ലേ. അപ്പൊ പൊള്യൂഷൻ ഒന്നും ഈ കേസിൽ ഉണ്ടാവില്ല. റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ അവിടെ പൊള്യൂഷൻ എന്നൊരു കാര്യമേ ഉണ്ടാവുന്നില്ല. സോ ദീസ് സോഴ്സസ് ഡു നോട്ട് കോസ് എനി പൊള്യൂഷൻ. നോൺ റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി ഏതൊക്കെയാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. എക്സോസ്റ്റബിൾ ആവുന്ന എനർജീസിനെയാണ് നോൺ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജീസ് എന്ന് പറയുന്നത്. അതായത് അത് മാത്രമല്ല, വൺസ് തീർന്നു കഴിഞ്ഞാൽ വീണ്ടും ഉണ്ടാവാൻ ഒത്തിരി കാലങ്ങൾ എടുക്കും. അതുപോലെ വീണ്ടും ആ സോഴ്സ് കിട്ടാനായിട്ട് ഒത്തിരി വർഷങ്ങൾ വീണ്ടും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ സോഴ്സ് ഓഫ് എനർജീസ് ആണ് എന്ത്? നോൺ റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജീസ് എന്ന് പറയുന്നത്. നോക്കാം. Non-renewable sources of energy are those which are exhaustible and cannot be replaced once they have been used. These sources have been accumulated in nature over a very long period of millions of years. Examples are coal, oil, natural gas. All these fuels are called fossil fuels. ഈ fossil fuels എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എന്താണ് fossil fuels എന്ന് പറഞ്ഞാൽ?
വർഷങ്ങൾ ഈ ഡെഡ് ആനിമൽസിൻ്റെയൊക്കെ ഡെഡ് ആനിമൽസ് അതുപോലെ തന്നെ പ്ലാന്റ്സ് അങ്ങനെയുള്ളത് വർഷങ്ങളായിട്ട് മണ്ണിൻ്റെ അടിയിൽ സെഡിമെന്റ്സ് വന്ന് പ്രഷറൈസ് ചെയ്ത് പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ വരുമ്പോഴാണ് അത് എന്തായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. അത് നമുക്ക് നോൺ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി, അതായത് കോൾ, ഓയിൽ, നാച്ചുറൽ ഗ്യാസ് ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. മില്യൺസ് ഓഫ് ഇയേഴ്സ് കൊണ്ടാണ് അത് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിനെ അറിയപ്പെടുന്നത് ഫോസിൽ ഫ്യൂവൽസ് എന്നാണ് കേട്ടോ. ദെൻ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ദീസ് ടൈപ്പ് ഓഫ് non-renewable source of energy ഏതൊക്കെയാണ്? Due to their inextensive use, these sources are fast depleting. It is difficult to discover and exploit new deposits of these sources. These sources are major cause of environmental pollutions. അപ്പോൾ ഇത് major cause of എന്താണ്? Environmental pollution ആണ് കേട്ടോ. Non-renewable source of energies. Renewable അങ്ങനെ ആയിരുന്നില്ല അല്ലേ? Okay. Then fossil fuels ne patti korchum kude detail aayittu thannittund. Fossil fuels are the remains of prehistoric plants and animals which got buried deep inside the early millions of years ago due to some natural process. These fossil fuels are non-renewable sources of energy and cause environmental problems due to pollution. നമ്മൾ fossil fuels എന്താന്ന് ഓൾറെഡി കണ്ടു കഴിഞ്ഞല്ലേ? ഓക്കെ, ഇത് സെയിം ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. Then what are the disadvantages of fossil fuels? Okay, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ബേണിംഗ് ഓഫ് fossil fuel causes air pollutions and it will be exhausted soon. ഇതൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്, റിപ്പീറ്റഡ് ആയിട്ട് വന്നു. നെക്സ്റ്റ്, തെർമൽ പവർ പ്ലാന്റ്സ്. എന്താണ് തെർമൽ പവർ പ്ലാന്റ്സ്? നമുക്ക് ഹീറ്റ് എനർജിന്ന് നമ്മൾ എന്തുണ്ടാക്കും? തെർമൽ പവർ പ്ലാന്റിൽ ഹീറ്റ് എനർജി എന്നാണ് നമ്മൾ ഇലക്ട്രിസിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ടാണ് തെർമൽ പവർ പ്ലാന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ജനറേറ്റ്സ് ഇലക്ട്രിസിറ്റി ഫ്രം ദ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ കമ്പഷൻ ഓഫ് കോൾ ആൻഡ് പെട്രോളിയം. ഫോർ എക്സാമ്പിൾ ഫോസിൽ ഫ്യൂൽസ്. അപ്പോൾ ഫോസിൽ ഫ്യൂൽസ് ബേൺ ചെയ്ത് അതിൽ നിന്നുണ്ടാവുന്ന ഹീറ്റ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ ഇലക്ട്രിസിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്. യൂസ് കോൾ, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ് പ്രൊഡ്യൂസ് തെർമൽ ഇലക്ട്രിസിറ്റി. Electricity transmission is very efficient. The steam produced by burning fossil fuels turns the turbine to produce electricity. Okay, the turns എന്നാണ്. അപ്പം ഇത് ഓക്കെ, 1 minute. ഓക്കെ, അപ്പൊ ഇത് ബേൺ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഹീറ്റ്, അതായത് സ്റ്റീം, ആ സ്റ്റീം ആയിരിക്കും ജനറേറ്ററിനെ, ടർബൈനെ റൺ ചെയ്യുന്നത്. ഓക്കെ, മെക്കാനിക്കൽ എനർജി എന്നാണ് എന്തുണ്ടാവുന്നത് ഇവിടെ? ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പം സ്റ്റീം, അതായത് ടെമ്പറേച്ചറിൽ നിന്ന് നമുക്ക് മെക്കാനിക്കൽ എനർജി ഡെവലപ്പ് ചെയ്യുകയാണ്. ഫ്രം ദാറ്റ് മെക്കാനിക്കൽ എനർജി ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. And the next type of energies are conventional source of energy and non-conventional source of energy. Okay, അപ്പോൾ conventional source of energy എന്ന് പറയുന്നത് എന്താണ്? The energy are those which are extensively used and meet a marked portion of our energy requirement. അതായത് കോമൺലി യൂസ്ഡ് എനർജി സോഴ്സസിനെയാണ് കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത്. നമ്മുടെ എനർജി റിക്വയർമെന്റ് മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള എനർജി സോഴ്സസ്. ഒരു സ്മോൾ സ്കെയിലിൽ കിട്ടിയിട്ട് കാര്യമില്ല. നമുക്കറിയാവുന്ന എത്ര വീടുകളാണ് ഉള്ളത് അല്ലെ? അപ്പൊ എല്ലായിടത്തേക്കും ഇലക്ട്രിസിറ്റി എത്തണമെങ്കിൽ നമ്മൾ എവിടെ നിന്നൊക്കെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നുണ്ട്? നമുക്ക് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ് ഉണ്ട് അല്ലെ? അപ്പം അങ്ങനെ നമുക്ക് കോമൺലി യൂസ്ഡ് എനർജി നമുക്ക് തരുന്ന സോഴ്സസിനെയാണ് കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജീസ് എന്ന് പറയുന്നത് കേട്ടോ. അത് മീറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന സോഴ്സസ് ഏതൊക്കെയാണ്? ഫോസിൽ ഫ്യൂൽസ് യൂസ് ചെയ്യുന്നുണ്ട്, അതായത് തെർമൽ പവർ പ്ലാന്റ്സ്, അതുപോലെ തന്നെ ഹൈഡ്രോ എനർജി ഫ്രം വാട്ടർ. Then biomass energy and wind energy also fall in this category and these are being used since ancient times. Then non-conventional source of energy are those which are not used as extensively as the conventional ones and meet our energy requirement only on a limited scale. Okay, അപ്പോൾ ചെറിയ രീതിയിൽ മാത്രമേ എനർജി ഡെവലപ്പ് ചെയ്യുന്ന ഒരു സോഴ്സസ് ആണ് നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി. എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? സോളാർ എനർജി, ഓഷ്യൻ എനർജി, ദാറ്റ് ഈസ് ടൈഡൽ വേവ്, ഓഷ്യൻ തെർമൽ എനർജി, geothermal energy and nuclear energy belonging to this category. Okay, അപ്പം ന്യൂക്ലിയർ എനർജി എല്ലാം തന്നെ നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി കാറ്റഗറിയിലാണ് കേട്ടോ വരുന്നത്. ലിമിറ്റഡ് എമൗണ്ട് ഓഫ് എനർജി റിക്വയർമെന്റിൽ മാത്രമാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്.
These resources of energy, which have been tapped with the aid of advances in technology to meet our growing energy needs, are also called alternative source of energy. Then നമ്മൾ ഓരോന്നായിട്ട് ജസ്റ്റ് നോക്കുകയാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ. സോളാർ എനർജി എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നത്? നമ്മൾ സോളാർ സെൽസ് ഉണ്ട് അല്ലേ? സോളാർ സെൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിലിക്കോൺ സെൽസ് ആണ്. അപ്പോൾ സിലിക്കോൺ മെറ്റീരിയൽ ആണ് അത് യൂസ് ചെയ്യുന്നത്. ഫോട്ടോ വോൾട്ടായിക് സെൽസ് എന്ന് പറയും. അപ്പം ഫോട്ടോൺസ് സൺലൈറ്റ് വന്ന് പതിക്കുമ്പം ഫ്രം ദ ഫോട്ടോൺസ് ഇലക്ട്രിസിറ്റി ഈസ് ഡെവലപ്പിംഗ്. ഓക്കെ സോളാർ സെൽസ് അറേഞ്ച് ഇൻ എ ലാർജ് ഫ്ലാറ്റ് ഷീറ്റ്സ് ഫോം എ മിറർ സോളാർ പാനൽ. അപ്പോൾ സോളാർ പാനൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ സോളാർ സെൽസ് പല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടാണ് നമുക്ക് സോളാർ പാനൽ മേക്ക് ചെയ്യാൻ പറ്റുക. ഡിസഡ്വാൻറ്റേജസ് ഓഫ് സോളാർ കുക്കേഴ്സ്. സിലിക്കോൺ സെൽസ് ആർ എക്സ്പെൻസീവ്. അതായത് സോളാർ കുക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. സോളാറിന്റെ ഡിസഡ്വാൻറ്റേജ് ആണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സിലിക്കോൺ സെൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞു, അത് എക്സ്പെൻസീവ് ആണ്. സോളാർ റേഡിയേറ്റേഴ്സ് ആർ നോട്ട് യൂണിഫോം ഓവർ ദ എർത്ത് സർഫസ്. അതായത് എല്ലായിടത്തേക്കും വരുന്ന സണ്ണിന്റെ എനർജി എന്ന് പറയുന്നത് ഒരുപോലെ ആയിരിക്കില്ല. ഇറ്റ് വിൽ വേരി. അതുപോലെ തന്നെ കനോട്ട് ബി യൂസ്ഡ് അറ്റ് നൈറ്റ് ഓർ ക്ലൗഡി ഡേയ്സ്. രാത്രിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിന്റെ ഒരു മേജർ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. Wind energy. When large masses of air moves from one place to another, then it is referred to as wind. During this process, kinetic energy get associated with it, which is referred to as the wind energy. അപ്പം wind energy എന്ന് പറയുമ്പോൾ നമുക്കറിയാം എയറിന്റെ മൂവ്മെന്റ് ആണ്. അവിടെ അസോസിയേറ്റ് ചെയ്യുന്നത് ഏത് എനർജിയാണ്? ഒരു മെക്കാനിക്കൽ എനർജി ആണല്ലോ. യെസ്, ഇറ്റ് ഈസ് കൈനറ്റിക് എനർജി. And it is converted to mechanical energy. From that mechanical energy, it will converted into electrical energy. അപ്പോൾ വിൻഡ് മിൽസ് ഒക്കെ നമുക്ക് കാണാം. വിൻഡ് മിൽസ് നമുക്ക് എന്തിനൊക്കെയാണ് വിൻഡ് മിൽസിലെ എനർജി യൂസ് ചെയ്യുന്നത്? ടർബൈൻ കറക്കി നമുക്ക് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്ത് ഫ്ലോർ മിൽസിലൊക്കെയാണ് മേജറായിട്ട് ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ വാട്ടർ ലിഫ്റ്റിംഗ് അങ്ങനെ ഒരു ഏരിയയിലാണ് കൂടുതലായിട്ട് ഇത് യൂസ് ചെയ്യുക. Advantages and disadvantages of wind energy. It is eco-friendly, renewable. These are the two advantages. Disadvantages are wind speed does not uniform always. Need a large area to erect series of windmills. Big amount of investment is needed. The output is less as compared to the investment. അതുകൊണ്ടാണ് നമ്മൾ ഒത്തിരി അത് യൂസ് ചെയ്യാത്തത്. എപ്പോഴും വിൻഡ് സ്പീഡ് യൂണിഫോം ആയിരിക്കുകയില്ല. വിൻഡ് എപ്പോഴും ഉണ്ടാവണമെന്നില്ലല്ലോ. അതുപോലെ തന്നെ ലാർജ് എമൗണ്ട് ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരും സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. പക്ഷെ അതിന്റെ റിട്ടേൺ വെച്ച് നോക്കുമ്പം അത് ബെനിഫിഷ്യൽ അല്ല. നെക്സ്റ്റ്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സ്. ഇത് നമുക്കറിയാലോ. വെള്ളം വെച്ചിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ. ഡാമിൽ സ്റ്റോർ ചെയ്യുന്ന വെള്ളത്തിൽ നിന്ന് നമ്മൾ ടർബൈൻ റൺ ചെയ്യിക്കും അല്ലേ? അതിൽ നിന്ന് നമ്മൾ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യിക്കും. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇറ്റ് ഈസ് ക്ലീൻ ആൻഡ് നോൺ പൊള്യൂട്ടിംഗ് സോഴ്സ് ഓഫ് എനർജി. The stored water have a lot of potential energy. And waterന് എന്ത് എനർജി ഉള്ളത്? Potential energy. And that is converting into kinetic energy. That is converting into mechanical energy. Then electrical energy. Yes. And its advantages are, it is readily and abundantly available everywhere, free of cost. It is eco-friendly and does not produce any kind of environmental pollution. It is renewable source as water itself and renewable and inexhaustible sources. It is cheap. Disadvantages endana? Highly expensive to construct. Dams cannot be constructed on all river sides. Large areas of human habitations and agricultural fields get submerged. People face social and environmental problems. അതായത് ഡാം കൺസ്ട്രക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗത്തെ ഒഴുക്ക് നിന്ന് പോകും. ആ സമയത്ത് അവിടെയുള്ള ആനിമൽസിനും പ്ലാന്റ്സിനും ഒക്കെ അത് അവരുടെ ഹാബിറ്റേഷൻ നഷ്ടപ്പെടും അല്ലേ? Geothermal energy. Geothermal energy is the heat of the earth and is naturally occurring thermal energy found within rocks formation and fluids held within those formations. അപ്പം ഹീറ്റ് ഓഫ് ദ എർത്ത് ആണ് ശരിക്കും പറഞ്ഞാൽ ജിയോ തെർമൽ എനർജി എന്ന് പറയുന്നത്. ഹീറ്റ് ഓഫ് ദ എർത്തിന്റെ ഹീറ്റ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന എനർജിയാണ്. Energy harnessed from the heat of the sun is called geothermal energy. Magma is formed when this heat melts the rocks. The rock and hot gases are called magma.
The magma get collected at some depth below the earth's surface. These places are called a hot spot. When underground water comes in contact with this hot spot, it changes into steam which can be used to generate electricity. അപ്പോൾ അണ്ടർഗ്രൗണ്ടിലുള്ള ഈ മാഗ്മയിൽ വാട്ടർ ചെല്ലുവാണെങ്കിൽ എന്ത് പറ്റും, അത് സ്റ്റീം ആയിട്ട് കൺവേർട്ട് ആവും. സോ ഫ്രം ദാറ്റ് വി ക്യാൻ ജനറേറ്റ് ഇലക്ട്രിസിറ്റി. Ocean energy, the energy available due to temperature difference between the deeper levels and surface of an ocean is called ocean thermal energy. അപ്പം സർഫസിലുള്ള ടെമ്പറേച്ചറും ഡീപ്പർ സൈഡിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് വെച്ചിട്ട് നമ്മൾ എനർജി കൺവേർട്ട് ചെയ്യുന്നതാണ് എന്ത് ഓഷ്യൻ തെർമൽ എനർജി എന്ന് പറയുന്നത്. ഓഷ്യൻ ടൈഡൽ എനർജി എന്താണ്? The rise of the ocean water due to the attraction of moon is referred to as high tide and fall is known as low tide. The enormous movement of water due to high and low tide provide a large amount of energy known as ocean tidal energy. This tidal energy can be utilized by constructing a tidal barrage of dam. അപ്പോൾ ആ ഒരു ഹൈ ടൈഡ് ലോ ടൈഡിൽ നിന്ന് നമ്മൾ എനർജി ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓഷ്യൻ ടൈഡൽ എനർജി എന്ന് പറയുന്നത്. And sea wave energy, the energy obtained from high speed sea waves is known as sea wave energy. And energy from nuclear deuterium of oceans. The ocean's water contains an unlimited amount of heavy hydrogen isotope called as deuterium. From that isotopes we can make energy. കേട്ടോ, ആ ടൈപ്പ് എനർജിയാണ് എനർജി ഫ്രം ന്യൂക്ലിയർ ഡ്യൂട്ടീരിയം എന്ന് പറയുന്നത്. Energy from salinity gradient in seas. The difference in the concentration of salt in the water of two or more seas is called salinity gradient. Okay. അപ്പം സോൾട്ടിന്റെ കോൺസെൻട്രേഷനിലെ ഡിഫറൻസ് വെച്ചിട്ടും നമുക്ക് എന്തുണ്ടാക്കാം, എനർജി മേക്ക് ചെയ്യാം. എനർജി ഫ്രം സീ വെജിറ്റേഷൻസ്. Sea vegetations or biomass is another direct source of energy because the enormous amount of seaweeds present in the sea water provides an endless supply of methane fuel. കേട്ടോ, അപ്പം നമുക്ക് സീ ഫീഡ്സ് വെച്ച് അതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കുന്ന ഒരു എനർജിയാണ് the fuel is methane fuel. കേട്ടോ. Next, biomass. What is biomass? Biomass is defined as living matter or its residue and is a renewable source of energy. It includes all new plant growth, agricultural and forest residues, carbonaceous waste, biodegradable organic effluent from industries. ഇതെല്ലാം തന്നെ ബയോമാസിനായിട്ട് നമ്മൾ അത് ബയോഗ്യാസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇറ്റ് ഇസ് എ മിക്സ്ചർ ഓഫ് ഗ്യാസസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ഡികമ്പോസിഷൻ ഓഫ് ബയോമാസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. നേരത്തെ പറഞ്ഞ ഐറ്റംസ് എല്ലാം തന്നെ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജനിൽ ഡികമ്പോസ് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാകുന്നത്, ബയോഗ്യാസ് ഉണ്ടാകുന്നത്. ആനൈറോബിക് റെസ്പിറേഷൻ എന്ന് പറയും. മീഥേൻ ഈസ് ദ മേജർ കമ്പോണന്റ് ഓഫ് ബയോഗ്യാസ്. വെരി ഇമ്പോർട്ടൻറ്റ്. Biogas plants, animal dung, sewage, crop residues, vegetable waste, poultry droppings, etc. are used to produce biogas in biogas plants. Composition of biogas. Biogas is mainly composed of methane, carbon dioxide, and traces of other gases such as nitrogen, hydrogen, whereas methane is a high value calorific fuel. കാർബൺ ഡയോക്സൈഡ് ഇസ് ആൻ ഇനേർട്ട് ഗ്യാസ്. അപ്പൊ ഇത്രയും ഗ്യാസസ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും കമ്പോസിഷൻ ഓഫ് ഗ്യാസസ് ബയോഗ്യാസസിൽ വരുന്നുണ്ട് കേട്ടോ. അതിൽ 75% എന്താണ്, മീഥേൻ ആണ്. 25% ആണ് കാർബൺ ഡയോക്സൈഡ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് കാറ്റഗറിയാണ് ന്യൂക്ലിയർ എനർജി. ന്യൂക്ലിയർ എനർജിയിൽ വരുമ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ്. ദ റിയാക്ഷൻ ഇൻ വിച്ച് ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം അണ്ടർഗോസ് എ ചേഞ്ച് ടു ഫോം എ ന്യൂ ആറ്റം ആൻഡ് റിലീസസ് an enormous amount of energy is called nuclear energy. അപ്പം ഒരു ആറ്റത്തിൽ നിന്ന് വേറെ ആറ്റത്തിലേക്ക് അത് കൺവേർട്ട് ചെയ്യുമ്പോൾ പുറത്ത് വിടുന്ന അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുന്ന എനർജി എന്നാണ് നമ്മൾ ഇന്നുണ്ടാക്കുന്നത്, ന്യൂക്ലിയർ എനർജി ഉണ്ടാക്കുന്നത്. There are two types, nuclear fission and nuclear fusion. Energy released when some changes takes place in the nucleus of the atom of a substance is called nuclear energy. It is used to heat generation, fuel for marine vessels. അതിൻ്റെ ഒരു കമ്പാരിസൺ നമുക്ക് ഇവിടെ കാണാം.
ഇറ്റ് ഇൻവോൾവ്സ് ബ്രേക്കിംഗ് ഓഫ് എ ഹെവി ന്യൂക്ലിയസ് ഇൻ ടു ലൈറ്റർ ന്യൂക്ലി. അതിനെയാണ് ഫിഷൻ എന്ന് പറയുന്നത് കേട്ടോ. ബ്രേക്ക് ചെയ്യുന്നതിനെ, ഡികമ്പോസ് ചെയ്യുന്നത്. ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ബൈൻഡിങ് ഓഫ് ടു ന്യൂക്ലി. It carried out by the bombardment of neutrons over a heavy nucleus. It is carried out by heating or extreme temperature. Heat ചെയ്തിട്ടാണ് അവിടെ nuclear fusion ചെയ്യുന്നത്. It is a controlled process. It is uncontrolled process. It produces enormous amount of energy. It produces more energy than nuclear fission. Fission products are hazardous. It does not cause pollution. Okay. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ എനർജീസ്, കൺവെൻഷണൽ എനർജി, നോൺ കൺവെൻഷണൽ എനർജി എല്ലാം തന്നെ കണ്ടു. അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് എല്ലാം കണ്ടു. ഓരോ ടൈപ്പിനെ പറ്റി നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് അതിനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കീപ്പ് ഓൺ വാച്ചിങ്. താങ്ക് യു.